അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒന്ന് അടങ്ങി നിന്ന പാക് സേന വീണ്ടും അതിർത്തിയിൽ പ്രകോപനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഓപ്പറേഷൻ സിന്ദൂർ 2.0 കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക? അതിന് സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങൾ നീങ്ങത്തില്ല. കാരണം എപ്പോഴുണ്ടാകും എന്നുള്ളതിനെ പറ്റിയേ ഉള്ളൂ. അപ്പം ഇത് ഇന്നലെ പൂഞ്ച് മേഖലയിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ വെടിവെച്ചു. നമ്മുടെ സേന ശക്തമായി തിരിച്ചടിച്ചു. അങ്ങനെ അത്രയും, അതായത് ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ രീതിയിലേക്ക് എന്തായാലും വെടിനിർത്തൽ കരാർ ലംഘനം നടന്നിട്ടുണ്ട് ഈ പറഞ്ഞ സിന്ധൂരിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്ത്. അപ്പൊ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യക്കകത്ത് നടന്ന ചില നീക്കങ്ങളും, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും കൂടിക്കാഴ്ചകളും. പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കാണുന്നു, അതിനുശേഷം അമിത്ഷാ രാഷ്ട്രപതിയെ കാണുന്നു, ജയശങ്കർ രാഷ്ട്രപതിയെ കാണുന്നു, അതിനുശേഷം രാജ്നാഥ് സിംഗ് ഈ പറഞ്ഞതുപോലെ ഒരു ഡിഫൻസ് മീറ്റിനകത്ത് JP നദ്ദ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ച് കൂടിയാലോചന നടത്തുന്നു. അപ്പൊ ഇതിനകത്ത് അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും ഒന്നും കേന്ദ്ര ഗവൺമെന്റ് വെളിയിൽ വിട്ടിട്ടില്ലെങ്കിലും നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് എന്ത് കാരണത്തിനാണ് മീറ്റിംഗ് കൂടിയത് നമുക്കറിയാം. രാഷ്ട്രപതിയെ കാണുന്നതും പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കാണുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യം നമുക്ക് പൊതുവെ നമുക്കറിയാം. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു കൂടിക്കാഴ്ച, അതായത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത്. അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലാവുന്നത് പാകിസ്ഥാനിൽ കഴിഞ്ഞ 90 ദിവസമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ വീണ്ടും ഭീകര ക്യാമ്പുകൾ അതിവിദഗ്ധമായിട്ട് ഒരുക്കുന്നു. അല്ലെങ്കിൽ 15ഓളം ഇടത്ത് വളരെ കൃത്യമായിട്ടും നേരത്തെ നിന്ന് വ്യത്യസ്തമായി ഭീകര ക്യാമ്പുകൾ ഒരുക്കുന്നു. ഇത് ഒരുപക്ഷെ POK, അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ കേന്ദ്രീകരിച്ചാണ് ആ ഒരുക്കങ്ങൾ നടക്കുന്നത്. മറ്റു പല ഇടങ്ങളിലുമുണ്ട്. മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും, അല്ലെങ്കിൽ ഏറ്റവും പുതിയ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു ഭീകര ക്യാമ്പുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശീലനത്തിലേക്കാണ് പോകുന്നത്. ഇതിന് ഏതാണ്ട് 100 കോടി രൂപയോളം ISI അല്ലെങ്കിൽ പാക് സർക്കാരിന്റെ സഹായത്തോടു കൂടി കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നേരത്തെ ഇവർ ഒന്നിച്ചു കൂടാറുണ്ടായിരുന്നു, കാരണം കൂടുതൽ ആളുകൾ കൂടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല കേന്ദ്രങ്ങളും അടിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന 600 എണ്ണത്തിനെ കൊന്നു, 700 എണ്ണത്തിനെ കൊന്നു. ഇപ്പൊ അങ്ങനെയല്ല. അവര് ഈ പറയുന്നത് പോലെ ഒരു ക്യാമ്പിനകത്ത് ഏതാണ്ട് 24 പേര്, ഒരു ഡസൻ 2 ഡസൻ ആൾ കൂടുതൽ. മാത്രമല്ല ഇവര് കൂട്ടത്തിൽ നിൽക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്. ഇവള് വിശാലമായിട്ട് നിൽക്കുകയാണ്. കാരണം ഇവര് കൂട്ടമായിട്ട് നിൽക്കുന്നില്ല, വിശാലമായിട്ട് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന സിവിലിയൻസ്, എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ സിവിലിയൻസ് ഇടയ്ക്കായിട്ട് കയറുന്ന ഒരവസ്ഥ. മാത്രമല്ല ക്യാമ്പുകളിൽ ഗാസയിലെ പോലെ തന്നെ കുട്ടികളെയും സ്ത്രീകളെയും വിന്യസിച്ചിരിക്കുന്നു. അതായത് അവരുടെ ഈ നമ്മൾ പറയത്തില്ലേ, ഈ പെണ്ണുങ്ങളെയും സ്ത്രീകളെയൊക്കെ മുന്നിൽ നിർത്തി മറയുണ്ടാക്കി ഭീകരന്മാരുടെ ഒരു ശൈലി. അതായത് ഈ ഇസ്രായേൽ ഹമാസിനകത്ത് ഹമാസിന്റെ ഒരു ഡയറക്ഷൻ, അല്ലെങ്കിൽ ഹമാസിന്റെ ഒരു ഒരു നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അവരവിടെ നടത്തുന്ന അതേ നീക്കത്തിന് തുല്യമായ നീക്കങ്ങൾ. അത് നേരത്തെ പകൽഗാം ആക്രമണത്തിന് മുമ്പ് ഹമാസിന്റെ പോരാളികളെ അവിടെ കൊണ്ടുവച്ച് ആദരിച്ചത്, കുതിരപ്പുറത്ത് എഴുന്നള്ളിച്ചത്, വലിയ സ്വീകരണം കൊടുത്തതും അവരുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായത്, ഞങ്ങൾ കാശ്മീർ പിടിച്ചടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സഹായം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോയതിനു ശേഷമാണ് പകൽഗാം ആക്രമണം ഉണ്ടായത്. അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു ഒരുക്കത്തിന് ശേഷം, അല്ലെ ഇന്ത്യയുടെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം വേണ്ടി വന്നാൽ പാകിസ്ഥാനിൽ കയറി അടിക്കേണ്ട ഒരവസ്ഥ വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് കൂടിയാലോചന ഒരുപക്ഷെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഇന്ത്യക്ക് കൊടുത്ത, അല്ലെങ്കിൽ ഇന്ത്യക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഏതായാലും അതിനെ തുടർന്ന് ഈ വിചാരിച്ചതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചതുപോലെ സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഇന്നലെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ട്. അത് ഇന്ത്യയെ പ്രകോപിക്കുന്ന ഒരവസ്ഥ. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കൂടി വായിക്കേണ്ടതെന്ന് അമേരിക്കയുടെ ഒരു പിന്തുണയുണ്ട്. അമേരിക്കയെ ഇന്ത്യയുമായിട്ട് വളരെ കൃത്യമായിട്ട് ഉടക്കിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ഉടക്കിപ്പോകുന്ന ഒരവസ്ഥ പല കാര്യങ്ങൾ താരിഫിന്റെ കെയർ ഓഫിൽ ഇന്ത്യയെ മെരുക്കാൻ നോക്കിയിട്ട് പല ഘട്ടങ്ങളിലും മെരുങ്ങുന്ന ഒരവസ്ഥയില്ല. ആ മെരുങ്ങുന്ന അവസ്ഥ ഇല്ലാത്തത് മാത്രമല്ല, ഇന്നലെ കൃത്യമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കും അമേരിക്ക എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അമേരിക്കയുടെ തിട്ടൂരം, അല്ലെങ്കിൽ താരിഫ് തിട്ടൂരം അംഗീകരിച്ചു പോകുന്നില്ല എന്നതിനെപ്പറ്റി മറുപടി കൊടുത്തു. നിങ്ങളെല്ലാം കണ്ടതായിരിക്കും. കാരണം മറുപടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് മേടിക്കാൻ റഷ്യയിൽ നിന്ന്, യൂറോപ്യൻ കൺട്രീസിന് മേടിക്കാൻ റഷ്യയിൽ നിന്ന്,
അവർക്ക് ആ വ്യാപാര കരാർ നടത്താൻ, അവരുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നടത്താൻ, അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അവര് പറയുന്ന രാജ്യങ്ങൾ അവിടെ നിന്ന് മേടിക്കേണ്ട എന്ന് പറയുന്ന തിട്ടൂരം അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെ ചില ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ തന്നെ കരയുന്ന ട്രംപ്, നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് പിള്ളേരും കൊച്ചുങ്ങളും ഈ യുക്രൈന് മാത്രമേ ഉള്ളൂ. ഗാസയിലെ പിള്ളേരും കൊച്ചുങ്ങളും ഒന്നുമില്ല. അവിടെ പൈസ ഫണ്ട് കൊടുത്തിട്ട് അവിടെ യുദ്ധം നടത്തുന്നു. ഇസ്രായേലിന്റെ യുദ്ധം ന്യായമല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇസ്രായേലും ഗാസയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനകത്ത് ഈ ഗാസയിലും അല്ലെങ്കിൽ പാലസ്തീനും ഒക്കെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെയാ മരിക്കുന്നത്. അതായത് ഉക്രൈനിൽ കഴിഞ്ഞ ദിവസം ഇയാൾ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്, ഇന്ത്യയുടെ ഫണ്ട് കൊടുക്കുന്നതുകൊണ്ടും ആ ഫണ്ട് കൊണ്ട് ധാരാളം പേര് മരിച്ചു പോകുന്നു, കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പം ഇയാളുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഇയാളുടെ താല്പര്യം അനുസരിച്ച്, ഇയാളുടെ യുദ്ധം ഇയാളുടെ താല്പര്യം അനുസരിച്ച്, ഇയാളുടെ കയറ്റുമതി ഇറക്കുന്നത് ഇയാളുടെ താല്പര്യം അനുസരിച്ച്. അപ്പം അത് അംഗീകരിച്ച് പോകുന്ന ഒരു അവസ്ഥയില്ല. അത് അംഗീകരിച്ച് പോകുന്ന അവസ്ഥയിൽ ഇന്ത്യ പറഞ്ഞപ്പോൾ അതേ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ചൈന പ്രസ്താവന ഇറക്കി. അത് വലിയ വിവാദമായിട്ട് നമ്മൾ പറഞ്ഞ മറുപടി അതേ കോപ്പി പേസ്റ്റ്, വാചകത്തിനൊന്നും വ്യത്യാസമില്ല. അതിന്റെ മേളില് ഈ ഫ്രമും രൂപം മാറ്റുന്ന പോലെയുള്ളൂ. നമ്മൾ കല്യാണക്കുറിക്ക് ആളുടെ കൊടുക്കത്തില്ല, പേര് മാറ്റി എഴുതുന്ന പോലെയുള്ള ഇത് ചൈനയുടെ പ്രസ്താവനയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാണ്. എന്ന് വെച്ചാൽ അപ്പം നമ്മളത് പറഞ്ഞു. അപ്പം ഓരോ രാജ്യങ്ങളും അമേരിക്കക്കെതിരെ രാജ്യങ്ങൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. ബ്രിക്സിന്റെ കെയർ ഓഫിലായാലും ഇപ്പൊ സൗത്ത് ആഫ്രിക്ക, ബാനെടുത്ത് സൗത്ത് ആഫ്രിക്ക, അല്ലെങ്കിൽ ഈ ചൈന, ഇന്ത്യ, ബ്രസീല്, പിന്നെ അതുപോലെ ഇറാന്, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതായത് നാറ്റോ രാജ്യത്തിനെതിരെ വലിയൊരു നീക്കം. അപ്പം ഇതിനകത്ത് ഏഷ്യയിൽ ഇപ്പൊ പരിശോധിക്കുമ്പോൾ ആകെ പാകിസ്ഥാനെ ഉള്ളൂ. ഇത് പാകിസ്ഥാൻ എന്തോന് പാകിസ്ഥാനെ ഇവൻ എന്തോനാ പാകിസ്ഥാനെ ഇവൻ കയ്യിലോട്ട് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ നമ്മളെയും ചൈനയും ആക്രമിക്കാൻ. നാളെ കാലത്ത് അവിടെ ഒരു ബേസ് ഉണ്ടായാൽ ആക്രമിക്കാൻ. വേറെ ഒരു പ്രയോജനവും ഇല്ലല്ലോ. കയറ്റുമതി ഇറക്കുന്നത് രാജ്യത്തിലെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് ഈ ഒരു പ്രയോജനം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ആക്രമണത്തിന്, തിരിച്ചടിക്ക് അല്ലെങ്കിൽ ചൊറിച്ചിലിന് ഒരു കാരണം വന്നു. രണ്ടാമതൊരു കാരണം നമുക്കറിയാം, കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ നടത്തിയത് അല്ലെങ്കിൽ അതിന്റെ സൂത്രധാരകൻ മുനീർ ആയിരുന്നു. മുനീർ സൂത്രധാരകനായി. മുനീർ വിചാരിച്ചു പണ്ടത്തെ കൂട്ട് ഒരടിയൊക്കെ അടിച്ച് കാര്യങ്ങളൊക്കെ ഒരു പ്രസ്താവന നടത്തി, അല്ലെങ്കിൽ അവിടെ കാശ്മീർ നമ്മുടെ കരള, കണ്ട, അല്ലെങ്കിൽ കണ്ടനാളവ, ശ്വാസകോശമാന്നൊക്കെ പറഞ്ഞ് സൈനിക ക്യാമ്പിൽ പ്രസ്താവന നടത്തി. ഒരാഴ്ചക്ക് ശേഷമാണല്ലോ അവന്മാർ ഇവിടെ വന്ന് ഈ മുണ്ടുപൊക്കി നോക്കിയിട്ട് ആൾക്കാരെ കൊന്ന് കലിമയൊല്ലിച്ചു ആൾക്കാരെ കൊന്നിട്ട് പോയി. അത് പണ്ടൊക്കെ കൊന്നതുപോലെ അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിലും ഒക്കെ തീരുമെന്ന് വിചാരിച്ചപ്പോ അണ്ടം കീറി അടിയാ കിട്ടിയത്. അണ്ടം കീറി അടി കിട്ടി മോങ്ങി നാശമായി. ഇപ്പം പഴയ ഗ്ലാമർ ഈ പറഞ്ഞ ഭീകരന്മാരുടെ, നേരത്തെ ISIയുടെ നേതാവായിരുന്നല്ലോ ഇയാൾ, അതിനുശേഷം സൈനിക മേധാവി, ഭീകരന്മാരുടെ ഇടയിൽ ഇയാളുടെ ഇമേജ് അങ്ങ്. ഇയാള് ഇപ്പം അവിടുത്തെ പട്ടാളം ഭരണം പിടിക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പട്ടാളം ഭരണം പിടിക്കാൻ നിൽക്കുന്ന അവസ്ഥയ്ക്കകത്ത് ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ള പാർട്ടി ഇയാള് അവിടെ ഈ പറയുന്നത് പോലെ രാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള നീക്കമല്ല നടത്തിയത്. ഈ യുദ്ധത്തിനൊക്കെ കാരണക്കാരൻ ഇയാളാണ്, അല്ലെങ്കിൽ ഇന്ത്യയോട് പൊരുനിക്കാൻ പറ്റിയ ഒരു മേധാവി അല്ലെന്നുള്ള രീതിയിൽ ഇയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇമേജ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരവസ്ഥയുണ്ട്. കാരണം നേരത്തെ ഇയാൾക്കുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഭീകരവാദികൾ, ഇയാൾ സൈനിക മേധാവിയാണെങ്കിലും ഭീകരവാദികളുടെ മുഖം. ഇവിടുത്തെ സാധാരണക്കാരടുത്ത് നമ്മുടെ ഈ വിവരമില്ലാത്തവന്മാരുണ്ടല്ലോ, അതെന്നല്ല 90%. അവന്മാർക്ക് ചോദിക്കുമ്പോൾ അവന്മാർ പറയുന്നത് അവരെ കൊച്ചുനാൾ തൊട്ട് അവിടെ കുഞ്ഞുങ്ങളെ വരെ പറപ്പിപ്പിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ ഇന്ത്യ ആക്രമിക്കുക എന്ന് പറയും. അപ്പൊ ആ ജീവിത ലക്ഷ്യം പ്രാപ്തമാക്കാൻ നിൽക്കുന്ന ഒരു നേതാവായിട്ടും ആ ഭീകരന്മാരുടെ ഒക്കെ ആളായിട്ടും അവരുടെ തോളെ കൈയിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ ഈ മുനീർ. അപ്പൊ മുനീറിന് ഇപ്പൊ അവിടെ ഗ്ലാമർ പോയി. മുനീറിന് ഗ്ലാമർ പോയെന്ന് പറഞ്ഞാൽ മുനീർ കാരണം കൊണ്ടാണ് ഈ പറയുന്ന പാകിസ്ഥാൻ അടി കിട്ടിയത്, പാകിസ്ഥാന് തിരിച്ചടി കിട്ടിയത്. അപ്പൊ മുനീറിന് പിടിക്കണമെങ്കിൽ ഒരു അറ്റാക്ക് ഇവിടെ നടത്തണം, ഇന്ത്യയിൽ ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കണം. അത് ഞാനാണെന്നുള്ള രീതിയിലേക്ക് ഒരു ഇമേജ് ഉണ്ടാക്കി പാകിസ്ഥാനിൽ ഒരു പക്ഷേ മുനീറിന് ഭരണം അല്ലെങ്കിൽ പട്ടാള ഭരണം കൊണ്ടുവരുന്നതിന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ അടി നടക്കും. അടി നടന്നാൽ ഇനി നടക്കുന്ന അടി ഇനി ആര് കൂട്ടണ്ടെന്ന് പറഞ്ഞാലും പണ്ടാരം അടങ്ങി തീരത്തേ ഉള്ളൂ. കാരണം മോദി പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരടി അത് പാകിസ്ഥാന്റെ അവസാന അടിയായിരിക്കും. അതായത് പാകിസ്ഥാനെ നിലംപരിശാക്കിയിരിക്കും. ഇപ്പൊ നമ്മളൊന്ന് ഇപ്പോഴും വിട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നയതന്ത്ര ബന്ധത്തിനകത്ത് നദീജല കരാറൊന്നും വിട്ടിട്ടില്ല, എന്നാൽ പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴും അവിടെ എവിടെ ഇനിയത്തെ ഒരടിയിൽ പാകിസ്ഥാനെ തീർത്തിരിക്കും. പക്ഷെ ഇതൊന്നും വിവരമില്ലാത്തവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബോധമില്ലാത്തവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ജീവിക്കുമല്ല, സ്വർഗത്തിൽ പോയി ജീവിച്ച് ഹൂത്തികളെയും അല്ലെങ്കിൽ ആ പുഴയ്ക്കകത്ത് മദ്യവും കോരിക്കുടിക്കാനോ എന്ന് നിൽക്കുന്നവരടുത്ത് പറയാൻ കാര്യമില്ലല്ലോ. അപ്പൊ വിവരമുള്ള രാജ്യവും അല്ലെങ്കിൽ നാളെ കാലത്ത് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന രാജ്യത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു രാജ്യമല്ലല്ലോ പാകിസ്ഥാൻ. അപ്പൊ ഈ ട്രംപ് ഇപ്പൊ കൂടിയിട്ടുണ്ട്. ട്രംപ് വിചാരിക്കുന്നത് ഇവന് താരിഫിന് ഇണങ്ങുന്നില്ല, അവൻ നമ്മളെ പറഞ്ഞ അനുസരിക്കുന്നില്ല, എന്നാ ഇവനൊരടി വീണ്ടും കൊടുത്തേക്കാന്നുള്ള രീതിയിൽ ഒരു പിന്തുണയൊക്കെ കൊടുത്ത് വീണ്ടും ഒരു ചൊറിച്ചിലൊക്കെ നടത്തി, ഒരു അക്രമമൊക്കെ പ്ലാൻ ചെയ്ത് നേരത്തെ നിന്നും കരുതലോടുകൂടി നടത്തി. അപ്പൊ ഇവർ വിചാരിക്കും ട്രംപിന്റെ ഒക്കെ സഹായം ഉണ്ട്, അമേരിക്കയുടെ സഹായം കിട്ടും, നമുക്ക്
അടിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യ തിരിച്ചടിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ചൈനയും തായ്വാനും കൊണ്ടുള്ള അവസ്ഥയിൽ ചൈന കയറി വട്ടം മുറുകി പല ദ്വീപുകളും പിടിച്ചെന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. ചൈന കയറി പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്ത വരുന്നത്. അവിടുത്തെ പല ദ്വീപുകളും കയ്യിലെ. അപ്പം അവിടെ കഴിഞ്ഞ ദിവസം ഈ പത്രക്കാര് സാധാരണക്കാരന് ചോദിച്ചു പറഞ്ഞു, ആ വട്ടം ട്രംപിനെ വിശ്വസിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ചൈന കയറി അടിക്കുകയും ചെയ്യും, നമ്മുടെ കാര്യം പോവുകയും ചെയ്യും. അപ്പൊ അതേ രീതിയിൽ ട്രംപിനെ ഇപ്പൊ ലോകത്താർക്കും വിശ്വാസമില്ല. ഇയാൾ ഇന്ന് രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നു. മാത്രമല്ല ഇയാളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരുന്ന ഒരവസ്ഥ. ഇപ്പം ഇയാൾ വിചാരിച്ചാൽ അമേരിക്ക ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇസ്രായേൽ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് അവസാനം കൊണ്ടുവന്ന ഇവിടുത്തെ V2 ബോംബർ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബൊക്കെ ഇട്ടെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് അവന്മാര് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സാമാനം പോയിട്ടില്ല, ഇയാൾ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയി, ഞങ്ങൾ കണ്ട വീണ്ടും പണി തുടങ്ങി. അപ്പൊ എല്ലാ രീതിയിലും പരാജയമാണ്. നമുക്ക് പറയുന്ന പോലെ ഈ മേൽക്കോയ്മയൊക്കെ നഷ്ടപ്പെട്ട ഒരു പരാജയത്തിന്റെ അവസ്ഥയിലേക്ക് വീണ്ടും ആ പരാജയം ഒരുപക്ഷെ ഇയാളുടെ സപ്പോർട്ടോട് കൂടിയാണെങ്കിൽ, പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും രഹസ്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇയാളുടെ സപ്പോർട്ടോട് കൂടിയാ പാകിസ്ഥാൻ വീണ്ടും അടിക്കാൻ പോകുമെങ്കിൽ പാകിസ്ഥാൻ അടിക്കാൻ അണ്ടം കീറുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ പോകും. ഇന്ത്യ അത്രയ്ക്ക് ശക്തമാണ്. ഇന്ത്യയുടെ കൂടെ പാകിസ്ഥാനെ അടിക്കുന്നതിന് വേണ്ടി നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ചൈനയ്ക്കും താല്പര്യമാണ്. ചൈന നേരിട്ട് അടിക്കത്തില്ലെങ്കിലും പഴയ സഹായം ഉണ്ടാകത്തില്ല. റഷ്യ ഏത് അവസരത്തിലും ഇന്ത്യയുടെ കൂടെ നിൽക്കും. പിന്നെ പല രാജ്യങ്ങളും കൂടെ നിൽക്കും. ആരും ഇടപെടുന്ന ഒരവസ്ഥ ഇന്ന് ഉണ്ടാകത്തില്ല. തുർക്കിയുടെ കാര്യം ഇടപെട്ടതിന്റെയൊക്കെ തുർക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇടപെടാൻ പറ്റിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തിയുള്ള രാജ്യങ്ങളൊന്നും. അമേരിക്ക പിന്നെ എവിടെ ചെന്ന് ഇടപെട്ടാലും അമേരിക്കയുടെ അവസ്ഥ ഇപ്പം മോശമാണല്ലോ. ഇടപെട്ടാൽ പരാജയപ്പെടും, അല്ലെങ്കിൽ ഇടപെട്ട് അടി കിട്ടുമെന്നുണ്ട് അമേരിക്കയോടും. അതാ ഇറാന്റെ ഖത്തറിലുള്ള ബേസിലേക്ക് 2 മിസൈൽ വിട്ടപ്പോൾ ദാണ്ട യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞാൽ നിർന്നു. കാരണം ഇവൻ ഈ 100 കൊല്ലത്തിനകത്ത് യുദ്ധം എന്താന്ന് അറിഞ്ഞിട്ടില്ല. യുദ്ധം ജയിച്ചിട്ടുള്ളേ ഉള്ളൂ. 100 കൊല്ലത്തിന് മുമ്പ് യുദ്ധം നടന്നിട്ടേ ഉള്ളൂ. 2 മിസൈല് 2 കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് വീഴാമെങ്കിൽ അമേരിക്കക്കാരൻ പണ്ട് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോ നിങ്ങളുടെ ഫോട്ടോസും അല്ലെ പഴയ വിഷ്വൽസും പരിശോധിച്ചാൽ മതി, ജീവനും കൊണ്ട് ഓടുകയാണ്, വിറക്കിയായിരുന്നു അമേരിക്കൻ. അമേരിക്കൻ ജനത യുദ്ധത്തെ ഫേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അമേരിക്ക ഈ പറയുന്ന പോലെ ന്യായം പോയാൽ, ഇപ്പൊ ഈ പറയുന്ന ലോകക്രമത്തിൽ ഈ പോക്ക് പോയാൽ ഒരു ലോകമഹായുദ്ധത്തിലേക്കുള്ള ഒരു നീക്കം നമ്മൾ പറയുന്നതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ഇതിന്റെ കീഴി വന്നിട്ട് കമന്റ് ഒക്കെ ആയിരിക്കും. കാരണം തായ്വാനെ അറ്റാക്ക് ചെയ്യാൻ ചൈന ഇരിക്കുക. തായ്വാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ചൈന ഇരിക്കുന്ന സമയത്ത് തായ്വാൻ പിടിക്കാൻ ചൈന തുടങ്ങുമ്പോൾ അമേരിക്കക്ക് ഇടപെട്ടേ മതിയാകും. അമേരിക്ക ഇടപെടാതിരിക്കാൻ റഷ്യ ഒരു പണി നടത്തും. റഷ്യ എന്നെ നോക്കി ഇങ്ങനെ വെച്ചേക്കുക, നാറ്റോ രാജ്യങ്ങൾക്ക് ഏതെങ്കിലും 2 രാജ്യത്തെ കയറി നടത്തുന്നു. എവിടെ നിൽക്കുമ്പോൾ അമേരിക്ക നാറ്റോയിൽ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അമേരിക്ക അവിടെ നിൽക്കണം, തായ്വാന്റെ അവിടെ നിൽക്കണം. ഈ ക്രൈസിസ് ഉണ്ടാക്കും. റഷ്യ അവിടെ നിന്ന് യുദ്ധം തുടങ്ങും. ഇവിടെ ഈ സമയത്ത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നതിനൊക്കെ നമ്മൾ കയറി പരുവം കിട്ടുമെങ്കിൽ ഒരു അറ്റാക്ക് നടത്താനുള്ള സാധ്യത. ഇറാനിൽ കയറി ഇസ്രായേൽ വരും. അമേരിക്ക എവിടൊക്കെ ഇടപെടും? ആകെപ്പാടെ പെടുത്തി. അതായത് 2 ചേരിയിലേക്ക് ലോക രാജ്യങ്ങൾ വരുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇതിനകത്ത് ഇനി നമ്മൾ ഇതിനകത്ത് ഒന്നിനും പോയില്ല, വേണമെങ്കിൽ ഇടപെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് തൽക്കാലത്തേക്കൊന്നും സംഭവിക്കത്തില്ല. പിന്നെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമാകുമ്പോൾ, ലോകക്രമത്തിൽ പ്രശ്നമാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചരക്ക് നീക്കും, മറ്റ് സാമ്പത്തിക രീതിയിലുള്ള ബുദ്ധിമുട്ടും എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നത് ഇന്ത്യക്കും ഉണ്ടാവും. കാരണം വല്ല ഉള്ളവനല്ലേ നഷ്ടപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ പറഞ്ഞ ലോക രാജ്യങ്ങളുമായിട്ടൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തും നമ്മുടെ വളർച്ചയൊക്കെ മറ്റ് പല രാജ്യങ്ങളെയും അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളെയും അമേരിക്കയൊക്കെ അപേക്ഷിച്ച് നമ്മളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മുടെ വളർച്ചാഗതി കൂടുതലായതുകൊണ്ട് നമുക്ക് സംഭവിക്കും. എന്നാലും ഈ പറയുന്നത് പോലെ ഇതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു നീക്കങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം പാകിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കും. അതുകൊണ്ടാണ്, അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അതിർത്തിയിലെ സംവിധാനങ്ങൾ ഒന്നും മാറ്റിയിട്ടില്ല. നമ്മുടെ പട്ടാളം, ഗറില്ല, അപ്പൊ തന്നെ കാശ്മീർ ഉൾപ്പെടെ ഗറില്ല സംവിധാനം, ഗറില്ല സ്ക്വാഡും ഒക്കെ സജീവമാണ്. എല്ലാ രീതിയിലും സജീവമാണ്. അതിർത്തിയിൽ നേരത്തെ വിന്യസിച്ചിരുന്ന ടാങ്കുകളും മറ്റു കാര്യങ്ങളും മറ്റു സ്ഥലത്തേക്കൊന്നും മാറ്റിയിട്ടില്ല. മാത്രമല്ല ഇത് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് സിന്ദൂർ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. സിന്ദൂർ തുടങ്ങും. നമ്മളുടെ അടുത്തോട്ട് ഇനി വന്നാൽ ഒരു വർത്തമാനവും ഇല്ലാതെ തിരിച്ചടിക്കും. ഏതാണ്ട് അതിനുള്ള ഒരു തുടക്കം വന്നിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പ് അവിടെ നടക്കുന്നതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തിരിച്ചടിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ എന്ത് നടക്കും, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രകോപനം ഉണ്ടാകും എന്നൊക്കെ നമുക്ക് വാർത്തയിൽ കൂടി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ രാത്രിയിൽ കാശ്മീരിൽ ഇതുപോലെ ഒരു വിമാനം, അത് ഇന്ത്യയുടേതാണോ വിമാനമാണോ ഡ്രോൺ ആണോ, ഏതാണ്ട് 30 മിനിറ്റത്തേക്ക് എക്കണോമിക് സയൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിമാനം ഉൾമിനയിൽ അല്ലെങ്കിൽ കാശ്മീരിൽ പറന്നിരിക്കുന്നു. അത് പാകിസ്ഥാന്റെ ആണോ അതോ ഡ്രോൺ ആണോ ഇന്ത്യയുടെ വിമാനമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും കാശ്മീരിന് അകത്ത് കയറി 30 മിനിറ്റ് പറക്കണമെങ്കിൽ പാകിസ്ഥാന്റെ വിമാനം ആവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കുള്ള ധൈര്യമൊന്നും പാകിസ്ഥാനില്ല. മാത്രമല്ല F-35 ഇവിടെ അതിർത്തി കിടന്നപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന അവസ്ഥയുണ്ട് ഫ്രാൻസിന്റെ. അപ്പം നമ്മുടെ തന്നെ ഒരു വിമാനം ഒരുപക്ഷെ യുദ്ധ അന്തരീക്ഷം ഉണ്ടായാൽ ജനങ്ങൾ എങ്ങനെ
പെരുമാറണം, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് അവരേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പറത്തിയതാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. നമ്മളും ഒന്നും പറഞ്ഞിട്ടില്ല, പാകിസ്ഥാനും ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഒരു വീണ്ടും ഒരു സിന്ദൂർ, അതായത് 2.0 സിന്ധു 2.0യുടെ ഒരു ആരംഭത്തിലേക്ക് ഒക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ അടി ഉണ്ടാവത്തില്ല, നാളെ കാലത്തെ പാകിസ്ഥാൻ അടങ്ങിയിരിക്കുക എന്നുള്ള ഒരു ധാരണയൊന്നും എനിക്കില്ല, ഇന്ത്യക്കാർക്കും ഇല്ല, നമ്മുടെ അധികാരികൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.